ആദ്യം സ്റ്റിപ്ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നും നമ്മൾ ഈ യാത്ര ചെയ്യുന്നതും ആ രീതിയിലാണ് വ്ളോഗ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മളൊരു ട്രാവൽ പാർട്ട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ടും കാറിലുള്ള യാത്രകളാണ് ചെയ്യാറ്. ഇനി നമ്മൾ കുറച്ച് ബൈക്കിലും കൂടി യാത്ര ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഒരു പഴയ ഒരു തണ്ടർബേർഡ് ഇരിക്കുന്നുണ്ട്. കുറച്ച് പഴക്കമുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അതൊന്ന് പൊടിതട്ടി എടുക്കുക. അതിൻ്റെ ഒരു റീസ്റ്റോറേഷനാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 1 by 1 ആയിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കാം. അപ്പം കുറേ കാലമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാണ്ടിട്ട് നമ്മളെ വണ്ടി എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിന്റെ തണ്ടർബേർഡ് ആണ്. നമുക്കറിയാം ഈ തണ്ടർബേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 2002-ലാണ്. നമ്മളെ കയ്യിലിരിക്കുന്നത് 2005 മോഡലാണ്. അതായത് ഈ റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 50ാമത്തെ ആനിവേഴ്സറി ഒക്കെ ആയ സമയത്ത് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ഒരു തണ്ടർബേർഡ്. നമുക്ക് പൊതുവെ അറിയാം ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് പണ്ട് കാലത്ത് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്യല്. അതിനുശേഷം ഈ തണ്ടർബേർഡിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ടാണ് ഇത് യൂത്തിലേക്ക് ഈ വണ്ടി കൂടുതലായിട്ട് എത്തിയത്. നമ്മൾ ഈ തണ്ടർബേർഡിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 5 ഗിയറോട് കൂടിയ ഹൈസ്പീഡ് ഏവിയൽ എഞ്ചിനാണ്. ഏവിയൽ എഞ്ചിൻ എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം ഉണ്ടല്ലോ, കാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അതിൽ നിന്നും മാറിയിട്ട് അലൂമിനിയം ബേസ്ഡ് ആയിട്ട് നിർമ്മിച്ച എഞ്ചിൻ, അതാണ് ഏവിയൽ എഞ്ചിനോട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ തണ്ടർബേർഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് സ്പെഷ്യൽ എഡിഷൻ ആണല്ലോ, അതിൽ സെൽഫ് സ്റ്റാർട്ട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് തണ്ടർബേർഡിൽ ആദ്യമായിട്ട് തന്നെ സെൽഫ് സ്റ്റാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ഈ ഒരു കയ്യിലിരിക്കുന്ന ഈ ഒരു എഡിഷനിലാണ്. നമുക്കറിയാം പൊതുവേ, അതായത് ഈ വണ്ടിയുടെ റീസ്റ്റോറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട്. ഒന്നാമത് അതിന്റെ പാർട്സ് ഒക്കെ ഇപ്പൊ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കാര്യമായിട്ട് ഇനിയും അന്വേഷിക്കണം. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് വണ്ടിയുടെ അവസ്ഥ ഒന്ന് ശരിക്കും കാണണം. അപ്പൊ നമ്മൾ തണ്ടർബേർഡ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു 3.5 വർഷമായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് മുന്നേ പോർച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ജസ്റ്റ് മാറ്റി ഈ കാർ പോർച്ചിന്റെ ഒരു സൈഡിലായിട്ട് മൂടിയൊക്കെ വെച്ച് നല്ല പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ എന്നാലും അതിന്റെ അവസ്ഥ വളരെ മോശമാണ്. പൊടി പിടിച്ചിട്ടുണ്ട്, തുരുമ്പ് കയറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. എടുക്കാനൊന്നും പറ്റുന്നില്ല. കുറെ കാലമായി ഇതൊന്നും നോക്കിയിട്ട്. നല്ല മണ്ണാച്ചം പോലെയാണ്. ഫുൾ പൊടി, പിന്നെ അതുപോലെ തന്നെ തുരുമ്പ് കയറിയിട്ടുണ്ട് എല്ലായിടത്തിലും. പിന്നെ അതുപോലെ തന്നെ ടയറിൽ കാറ്റൊന്നും ഇല്ല. വണ്ടിയുടെ റിമ്മെല്ലാം തുരുമ്പൊടിച്ച് നാശകോശമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്പോക്സ്. മൊത്തത്തിൽ പണിപാളിയ അവസ്ഥയാണ്. വണ്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പം നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ തന്നെ ആദ്യം വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് എയർ നിറയ്ക്കണം. ഇവിടെ പമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ആവുമോ എന്നുള്ളത് അറിയുള്ളൂ. അപ്പം ഞങ്ങൾ ഇന്നലെ തന്നെ പോയിട്ട് ബാറ്ററി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ബാറ്ററിയും കൂടി ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയുടെ അവസ്ഥ ഒന്ന് ആദ്യം തന്നെ നോക്കാം. 14 ആംപിയറിൻ്റെ ബാറ്ററിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതിനെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. എയർ അടിക്കാം. ഇവിടെ ഒരു ചെറിയൊരു എയർ പമ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബൈക്കിലേക്കൊക്കെ ഇത് മതിയായിരിക്കും. അപ്പം നമ്മൾ കാറിൽ നിന്നാണ് എയർ അടിക്കാൻ പോണത്. ഫ്രണ്ടിൽ പ്രഷർ ഒരു 18 PSIയും ബാക്കിൽ ഒരു 34 വേണ്ടി വരിക. 34 കറക്റ്റാണോ എന്നറിയില്ല, ഒരു പ്രാവശ്യം ടയർ മാറ്റിയത് കൊണ്ട്. എന്നാലും നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ള. നേരത്തെ ചത്ത പോലത്തെ അവസ്ഥയായിരുന്നു. ഇപ്പൊ ഈ ടയറിൽ കാറ്റ് പറഞ്ഞപ്പോ തന്നെ ഇതൊന്ന് എണീറ്റ് നിന്നുണ്ട്. ഭാഗ്യത്തിന് ഫ്രണ്ടിലത്തെ ടയറിൽ പഞ്ചറൊന്നും കിട്ടിയിട്ടില്ല. ഇനി അടുത്ത് നമുക്ക് ബാക്കിലത്തെ ടയറിൽ കാറ്റടിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ബാറ്ററി ഫിറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലത്തെ ടയറാണെങ്കിൽ നമുക്ക് മാറ്റാനുള്ളത്, അത് ഏകദേശം കുറേ കാലമായിട്ടുണ്ട്. ടയറൊക്കെ നല്ലോണം തേഞ്ഞിട്ടുണ്ട്. എയറൊക്കെ അടിച്ച് വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററിയാണ് മാറ്റേണ്ടത്. അപ്പോൾ കുറച്ച് ടൂൾസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇതാ ബാറ്ററി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ബാറ്ററി മാറ്റലേക്ക് നോക്കാം.
പുതിയ ബാറ്ററി ആ പൊസിഷനിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. എന്താ ശ്രീ ഫ്യൂസിന്റെ അവസ്ഥ? ഫ്യൂസ് ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വലിയ സീനില്ലാന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോ ഇതിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പത്തെ ബാറ്ററി മുന്നത്തെ ബാറ്ററിയും എന്താ വ്യത്യാസം ഉണ്ടോ? സെയിം തന്നെ. അയച്ച സ്ക്രൂ ഒക്കെ തിരിച്ച് ഇടാൻ അറിയോ? ബാക്കി സ്ക്രൂ ഒന്നും ഇല്ലാണ്ടെന്നാ മതിയേന്. എന്താ? ഓ, ബാറ്ററി ഫിറ്റ് ചെയ്യലിന്റെ ഏകദേശം അവസാന സ്റ്റേജ് ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആയാൽ മതിയായിരുന്നു. പറഞ്ഞെന്റെ കയ്യിലുണ്ട്, വേണോ? ഇനിയിപ്പം നമുക്ക് പതുക്കെ ഇവിടുന്ന് വണ്ടി ഒന്ന് മാറ്റി വെക്കാൻ പറ്റും. കാരണം ടയറിൽ എയർ ആയിട്ടുണ്ട്. ഇനി ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കണം. ബ്രേക്കിന്റെ അവസ്ഥ ഒക്കെ ഭയങ്കര പരിതാപകരമാണ്. ഇതവിടെ പൂപ്പല് പോലെയൊക്കെ കാണാനുണ്ട്. അപ്പൊ ഇതിന്റെ ഡിസ്ക് ബ്രേക്കിന്റെ ഫ്ലൂയിഡ് പ്രഷർ ഒക്കെ ഭയങ്കര ഡൗൺ ആണ്. അപ്പൊ ഇനി അത് എന്താ പറയാ തിരിച്ചു കൊണ്ടുവരണം. അത്യാവശ്യം സമയം എടുക്കുന്ന ശ്രീ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പോഴേ ലാസ്റ്റ് എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റുള്ളൂ. എൻജിൻ ഓയിലിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പം കുറേ വർഷമായി യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻജിൻ ഓയിലിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരിക്കും. അപ്പോൾ നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓയിൽ ഭയങ്കര തിക്കായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ എന്തായാലും ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ നമുക്ക് മാറ്റാം. സ്റ്റാർട്ടാവോ? നല്ല സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ നമ്മൾ വിചാരിക്കുന്നതിലും ഫാസ്റ്റായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം തന്നെ ഒരു എന്താ പറയുക, വണ്ടി നന്നാക്കി എടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഏതാണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. വേറെ മെക്കാനിക്കൽ വിഷയങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷെ ഫുള്ള് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് റെസ്റ്റാണ്. ഉള്ളിൽ എല്ലാ സൈഡിലും ഫുള്ള് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറേ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ഷോക്ക് അബ്സോർബേഴ്സിൻ്റെ ഉള്ളിലത്തൊക്കെ എൻജിൻ ഓയിൽ ലീക്ക്, അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാനുണ്ട്. പിന്നെ ക്ലച്ചൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ മീറ്റർ കൺസോള്, അതിൻ്റെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഡോം, ഈ സൈഡ് ഫുള്ള് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കായിട്ട് നമ്മളിനി കൊണ്ടുപോകണം. അതുപോലെ തന്നെ ക്ലച്ചൊക്കെ ഏകദേശം നന്നായിട്ട് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ കാണാണ്ട്. ഇത് അഴിക്കേണ്ടതായിട്ട് വരും ഏതായാലും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്ന് നമുക്കൊന്ന് നാളെ മറ്റന്നാളോ ഒറ്റ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് തന്നെ കാണിക്കണം. വണ്ടി ഏകദേശം റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുണ്ട്. എന്നാൽ കൂടി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഏതെങ്കിലും വണ്ടിയിൽ ക്യാരി ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇത് ഓൾറെഡി രജിസ്ട്രേഷൻ എക്സ്പയർഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള അപ്ഡേഷൻസ് നമുക്ക് വർക്ക്ഷോപ്പിൽ നോക്കാം. ഈ വണ്ടി അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ തൃശ്ശൂർ മരിക്കാർ മോട്ടോഴ്സിനായിരുന്നു. ഇപ്പോഴാണെങ്കിലും മരിക്കാർ മോട്ടോഴ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ അവിടുത്തെ ഒരു മെക്കാനിക്കിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആളാണെങ്കിൽ തൃശ്ശൂർ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഈ വണ്ടി അവിടേക്കാണ് കൊണ്ടുവന്നത്. ആളാകുമ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കിട്ടുകയും ചെയ്തു. ഇത് പഴയ ബുള്ളറ്റ് ആയതുകൊണ്ട് ഇത് അയക്കാൻ തന്നെ നല്ല പാടാണ്. അതായത് പണ്ടേ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് ഇത് പെട്ടെന്ന് അയക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഇവർ പറഞ്ഞതനുസരിച്ച് എൻജിനും ഗിയർ ബോക്സിനും നിലവിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഓടി തുടങ്ങി കഴിഞ്ഞാലാണ് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയുള്ളൂ. ക്ലച്ച് അയച്ചപ്പോഴാണ് മനസ്സിലായത് ക്ലച്ച് അസംബ്ലി മൊത്തത്തിൽ മാറ്റേണ്ട അവസ്ഥയാണ്. അതിൽ കോയിൽ മാത്രം വലിയ കുഴപ്പമില്ല, ബാക്കി മൊത്തം മാറ്റണം. പിന്നെ അതുപോലെ തന്നെ സെൽ സ്റ്റാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ മോട്ടർ വലിയ കുഴപ്പമില്ല. പക്ഷേ സ്പ്രേ ക്ലച്ചൊക്കെ മാറ്റേണ്ട അവസ്ഥയിലാണ് ഇപ്പം നിലവിലുള്ളത്. ഒരുവിധം മെക്കാനിക്കൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്തായിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടി വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്സൊക്കെ അഴിച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഫുൾ സ്കെലറ്റൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കളറാണ് വണ്ടിക്ക് അടിക്കാനുള്ളത്. ഒന്ന് ബ്ലാക്കും പിന്നെ അതുപോലെ തന്നെ സിൽവറും. ചേസസും കാര്യങ്ങളൊക്കെ ബ്ലാക്കും പിന്നെ അതുപോലെ എൻജിന് ഷോക്ക് അബ്സോർബേഴ്സ് ഇതൊക്കെ സിൽവറുമാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇതിൻ്റെ ഓരോരോ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ മഡ് ഗാർഡിൻ്റെ സ്ക്രൂ ജാം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ വെച്ചിട്ട് അയക്കണം. പിന്നെ അതുപോലെ വീൽ ഹബ്ബ്, ബ്രേക്കിൻ്റെ ഡെസ്ക് ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിച്ച് അയച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്.
വണ്ടിയുടെ സൈഡ് കവേഴ്സ്, ടാങ്ക്, മഡ്ഗാർഡ് ഇതൊക്കെ മാജിക് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സ്കെലറ്റിൻ്റെ ഏകദേശം പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റ് അടിച്ചു വെച്ചാൽ മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. അപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അവിടുന്ന് എല്ലാം ഫിക്സ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി മെയിനായിട്ട് ഇതിൽ പ്ലേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പ്ലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സീറ്റ് ഫിക്സ് ചെയ്യാണ്ട്. അപ്പോൾ ഇവിടുന്ന് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് നേരെ ഇനി മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊണ്ടുപോകണം. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് പ്ലേറ്റ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ഊരി വാങ്ങുന്നത്. എന്നിട്ട് പുതിയൊരു പ്ലേറ്റിംഗ് സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യണത്. അതായത് പല സ്ഥലങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഞങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പ്ലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളാണ് പ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതായത് സൈലൻസറിൻ്റെ ടെയിൽ പാർട്ട്, അതിൽ ഹോൾ വന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മിറർ, ഫ്രണ്ട് വീലിൻ്റെ റിമ്മ്, ബാക്ക് ബ്രേക്കിൻ്റെ പെഡൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നമ്മൾ പുതിയത് മേടിച്ചു. ബാക്കി ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് പ്ലേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വീലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വീല് മൊത്തം നമുക്ക് മാറ്റേണ്ടി വന്നു. അതിൽ ഹബ്ബ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്ക് വീല് നോക്കുകയാണെങ്കിൽ അതിൽ ടയർ, റിമ്മ്, ഹബ്ബുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റി. സ്പോക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നത്. ഇനി ഇതൊക്കെ നമുക്ക് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം. വണ്ടിയുടെ മെക്കാനിക്കൽ വർക്ക്, പ്ലേറ്റിംഗ് വർക്ക്, പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഫൈനൽ വാഷിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ അവസാനം നമ്മൾ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയുടെ മീറ്റർ കൺസോൾ മൊത്തം മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ് എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. നമ്മൾ കോയമ്പത്തൂരും അങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ചു. ലാസ്റ്റ് ഇവിടെ തന്നെയുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കടയിൽ നിന്നാണ് നമ്മൾ ബാക്ക് റെസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. അതും ഭയങ്കര പരിതാപകര അവസ്ഥയായിരുന്നു. ഫുൾ തുരുമ്പ് പിടിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നെട്ടും ബോൾട്ടും, ഒരുപാട് നെട്ടും ബോൾട്ടും നമ്മൾ ഇതിൻ്റെ മാറ്റി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. വണ്ടിയുടെ ക്ലച്ച് കവർ മൊത്തത്തിൽ പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ക്ലച്ച് കവർ ബഫ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് മാറി. വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡി, എൻജിൻ ഒഴികെ ബാക്കി എല്ലാം നമ്മൾ ഒരുവിധം പണി എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കി പിടിച്ച് വരുമ്പോൾ 2.5 മാസത്തെ പണി ഉണ്ടായിരുന്നു. അതായത് ബുള്ളറ്റ് വർക്ക്ഷോപ്പിൽ പോകുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഇതിൻ്റെ ഒരു കാലതാമസം. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്ക്. അതുപോലെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ റിന്യൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാധാ പോലെ ഈ വണ്ടി റോട്ടിൽ ഇറക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ റണ്ണിങ്ങിലേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ.